കപ്പലണ്ടി മിഠായും. നിനക്കോ? ഡ്രസ് കേട്ടോ അങ്കിളെ. ഇതാരാ? ഒന്ന് വെളിയിൽ പോയേ. ഞങ്ങളെ വീട്ടുകാര്യം പറയുമ്പോ ഇങ്ങനെ വന്ന് നിക്കാവോ? മര്യാദ വേണ്ടേ? ഓ വെളിയിൽ പോയേ. പോകാൻ. എടാ അച്ചായ, നിനക്ക് സാമ്പാറും അവിയലൊന്നും പോരാ അല്ലേ? ഇറച്ചിയും മീനും വേണം അല്ലേ? എന്താ അവിടെ കറങ്ങി നിൽക്കുന്നേ? ഓഫീസിൽ പോണ്ടേ? പോയേ. ആ വരട്ടെ വരട്ടെ വരട്ടെ. ഞാൻ പോയി ശവരം നിൽക്കാവേ. ഞാൻ പോയി ശവരം നിൽക്കട്ടെ, എന്നിട്ട് വരാവൂ. അച്ചായാ റെഡിയാ? റെഡി എന്ന് പറ. റെഡി. എന്നാ വാ. ആ വാ. അച്ചായാ വൈകിട്ട് നേരത്തെ വരണം. വരുമ്പോ കുറച്ച് കപ്പലണ്ടി മിഠായി വാങ്ങിച്ചോ. എന്നെ വിട്ടെ. നിന്നെ ഇന്ന് ഞാൻ ബോംബെക്ക് അയക്കുന്നുണ്ട്. അവള് നീ ടിറ്റുവാണെന്ന് വിചാരിച്ചിരിക്കുക. ഭേദാവുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? താളം തെറ്റിയ മനസ്സാണ്. അവളുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കുക, അല്ലാണ്ട് എന്താ ചെയ്യാ? ഞാൻ കഴിക്കത്തില്ല. എനിക്ക് മരുന്ന് വേണ്ട. എനിക്ക് ഒരു അസുഖമില്ല. എനിക്ക് അസുഖമില്ല. അണ്ണാ നമുക്ക് ഡോക്ടർ അറസ്റ്റ് ചെയ്യണം. അടിക്കണ്ട, വരട്ടെ മതി. മരുന്ന് കഴിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. പ്ലീസ്. എനിക്ക് അസുഖമൊന്നുമില്ല അണ്ണാ. മരുന്ന് കഴിക്കാൻ ഞാൻ കഴിക്കത്തില്ല. അച്ഛൻ പോവാ. അയ്യോ അച്ഛാ പോലെ. മരുന്ന് കഴിക്കുമോ? മരുന്ന് കഴിക്കുമോ? ആ കഴിക്കാം. എന്നെ പിടിക്കാതെ. ഞാൻ പിടിച്ചില്ലല്ലോ. എന്താ എന്റെ ഞാൻ എപ്പോഴും ഛർദിക്കുന്നേ? ഒന്നുമില്ല, ഇന്നലെ കഴിച്ചതെല്ലാം ദഹിക്കാത്തതാവും. അയ്യോ അച്ചായ ഇവിടെ വന്നിരി. ഇവിടെ ഇരി. ഇതുകൊണ്ട് എന്റെ വൃത്തിയാടാ. അയ്യോ അച്ഛൻ പറയുന്നേക്ക്. സിസ്റ്റർ ബാൻഡേജ് ഉണ്ടല്ലോ? കൈ രണ്ട് സോഫ്റ്റ് ആയിട്ട് കട്ടിൽ കെട്ടിയിടണം. കെട്ടഴിയരുത്. ഡോക്ടർ അത് വേണം. മയക്കത്തിലാണെങ്കിലും വയറ്റിലിരിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഫർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. ഇപ്പൊ അറിയില്ല, സെഡേഷനില്ല, ഉറങ്ങിക്കൊള്ളൂ. അറിയാ, ഇനി എന്നെ കൊണ്ടത് പറ്റില്ല. എനിക്ക് വയ്യ. ഓടാ, എല്ലാം തമാശയായിട്ട് എടുക്കരുത്. എന്തിനാടാ നീ എന്നെ കൊണ്ട് ഈ വേഷം കെട്ടിക്കുന്നത്? എനിക്ക് നീയാകാൻ പറ്റില്ലടാ. എനിക്ക് നീയാകാൻ പറ്റില്ലടാ. ഞാൻ എന്ത് വേണം നീ പറ. ഞാൻ എന്ത് വേണം നീ പറ. പറയണോ?
പറ്റുമോ? പറ, നീ പറ. കരയല്ലേ അയ്യേ, let her cry. അവന് കരയട്ടെ. നിങ്ങളെല്ലാം ഒന്ന് പുറത്തോട്ട് പോയി പ്ലീസ്. യു ഓൾസോ പ്ലീസ്. ഡോക്ടർ, മോന്റെ ഡാഡി മരിച്ചുപോയി. അതാ മമ്മി കരഞ്ഞത്. അല്ലാതെ മോനോട് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. ഇനി മമ്മി കരയത്തില്ല. ഇനി മമ്മി കരയത്തില്ല. വാവാവോ 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 വാവാവോ. അങ്കളുടെ മിലിറ്ററി താരാട്ട് കേട്ട അവൻ കരയും. മോനെ മോനെ മോനെ, ഈ അങ്കിളിനെ കണ്ടോ? സ്വതു അങ്കിൾ, അങ്കിൾ സ്വതു. മോന് പാല് കൊടുക്കാൻ സമയമില്ലേ? പാല് കുച്ചിനോ? പാല് കുച്ചിട്ട് വന്നിട്ട് പിന്നെ ഒറ്റണം പറയാം. ടാറ്റാ. അങ്കിൾ, നമുക്കും വല്ലതും കൂച്ചണ്ടേ? സുധു, അതെ, ഞാന് നിർത്തി. അനുവാദം ചോദിക്കാതെ മനസ്സ് ഫിഫിയുമായി വല്ലാതെ അടുത്തുപോയി. നേരിട്ട് പറയാനൊരു മടി. ഒരു കത്തെഴുതി കൊടുക്കട്ടെ? പ്രിയപ്പെട്ട ഫിഫി, ഫിഫിയുടെ കല്യാണം കഴിയുന്നതോടെങ്കിലും ഈ വീടിനൊരു താളം ഉണ്ടാകണം. എന്റെ മനസ്സ് എന്നും ഒരു ഉമ്മ കൂടായിരുന്നു. മിണ്ടാത്ത മനസ്സ്. മനസ്സമ്മതം കഴിഞ്ഞാൽ ഉടനെ കല്യാണം. ഡിസംബറിൽ അവൻ സ്റ്റേറ്റ്സിൽ പോകാനിരിക്കുക. ടിറ്റോ എന്റെ അടുത്തുണ്ട്. അവനറിഞ്ഞാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഫിഫിമോളുടെ കല്യാണത്തിന് കൂടാൻ എന്റെ ടിറ്റോ ഇല്ല. ആ ഒരു കുറവേ ഉള്ളൂ. ഫിഫി, ഞാൻ തന്നെ കല്യാണം കഴിക്കട്ടെ? ജോണിക്ക് ഫിഫിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഫിഫി മുകളിലുണ്ട്. എഴുതിയത് തെറ്റാണെങ്കിൽ മനസ്സിന്റെ വിവരക്കേടായി കരുതി ക്ഷമിക്കുക. ഫിലോമിനയുടെ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്കിഷ്ടമായി. ഫോട്ടോയ്ക്ക് ജീവനില്ലല്ലോ. ജീവനുള്ള എന്നെ ജോണി മനസ്സിലാക്കണം. എന്റെ കഴിഞ്ഞ കാലം ജോണി അറിയണം. എന്തറിയാനാ? കഴിഞ്ഞ കാലത്ത് താൻ ആരെങ്കിലും സ്നേഹിച്ചു കാണും, അയാൾ വേറെ കല്യാണം കഴിച്ചു കാണും. അത്രയൊക്കെയല്ലേ ഉള്ളൂ. അല്ല, അതിനും അപ്പുറത്ത്, വളരെ വളരെ അപ്പുറത്ത് ഞങ്ങൾ ബന്ധപ്പെട്ടു.
ഞാൻ ഗർഭിണിയായി. നോ നോ നോ. മേജർ ഫ്രാൻസിസിന്റെ വീട്, ഹോം, സ്റ്റുപ്പിഡ് ഹോം. പരേതനായ പട്ടാളക്കാരന്റെ ഒരു നല്ല ശവക്കല്ലറ പോലും അല്ലല്ലോ ഇത്. ഇറ്റ് ഈസ് വേഴ്സ് ദാൻ ദാറ്റ്, വേഴ്സ് ദാൻ ദാറ്റ്. മോനെ ടിറ്റോ, വേർ ആർ യു യാർ, വേർ ആർ യു യാർ? ഞാൻ വീട്ടിൽ പോയി. ഇന്ന് ഞങ്ങളുടെ ബാച്ചിന്റെ പാസിംഗ് ഔട്ടായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. ഇത്ര ഫോർമലാണോ ഫിഫി? മനസ്സ് തന്നെ സ്നേഹിക്കാൻ പറയുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഇത്രയും കാലം മരിച്ചുപോയ അച്ഛനെ അമ്മയെ മനസ്സിൽ കൂടിയിരുത്തി ഇല്ലാത്ത ഗ്രഹരമുറ്റത്ത് എനിക്കറിയാൻ പാടില്ലാത്ത ആട്ടിക്കോലം വരയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. ഒന്നും ആയില്ല. കോലം മാഞ്ഞുപോയി. അഗ്രാരട്ടിലായി. അല്പം വിളിച്ചു നിന്നൂടെ? ഐ ലവ് യു ഫിഫി. നമുക്ക് ഒരുമിച്ച് ജീവിക്കണം ഫിഫി. എന്നെ സ്നേഹിക്കാൻ എനിക്ക് എന്റെ അച്ചായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവിന് പോലും എന്നോട് സഹതാപമേ ഉള്ളൂ, സ്നേഹമില്ല. എന്നെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല. ദയവീത് ഇനി ഈ കാര്യം എന്നോട് പറയരുത്. അണ്ണന് മലപ്പുറത്ത് പോസ്റ്റിംഗ് ആയി. ഫിഫി, പണ്ട് നീ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാൻ ഈ വീട്ടിലേക്ക് വന്ന നീ എന്റെ അണ്ണനെ നോക്കിക്കോളാമെന്ന്. അണ്ണന് നിന്നിഷ്ട. ജീവിതം മുഴുവൻ എനിക്ക് വേണ്ടി ജീവിച്ച അണ്ണന് വേദന മാത്രമേ ഇന്നുവരെ എനിക്ക് കൊടുക്കാൻ സാധിച്ചുള്ളൂ. എന്റെ അണ്ണന് ഒരു ജീവിതം കൊടുത്തൂടെ? എനിക്ക് വേണ്ടി. ഇതൊന്നും ഇതിൽ കൊള്ളൂലളിയാ. എപ്പോഴാ നിന്റെ ട്രെയിൻ? എന്താ ദേവേട്ടാ? നിന്റെ ട്രെയിൻ എപ്പോഴാണ്? 10:15. പ്രവേശം കഴിഞ്ഞ എന്നെ ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്യുന്ന തോന്നുന്നത്. അതുവരെ ദേവേട്ടൻ ഇവിടം വിട്ട് എങ്ങും പോകുന്നില്ലടാ. ഞാൻ ഈ വീടിന്റെ ഒരു ഭാഗമായില്ലേ. സതു, ഇതും കൂടി ബാഗിൽ വെച്ചേ. പോലീസ് സ്റ്റേഷൻ പൂജാമുറിയാക്കാൻ പോവാ. അമ്മ, ദേവേട്ടാ, ഞാനിത് വേണിക്കൊണ്ട് കൊടുത്തിട്ട് വരാം. സതു, ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചേക്കണേ. ഓക്കെ അളിയാ, നിന്റെ ഡ്രസ്സ് മാത്രമല്ല ശാപ്പാട് വരെ പാക്ക് ചെയ്ത് വെച്ചേക്കാം. SI ആയിട്ട് ഇവിടെ ചാർജ് എടുക്കുമ്പോ എന്നെ തട്ടി അകത്ത് കയറ്റി പെരുമാറിക്കളയരുത്. ഇനി പിന്നെ വേറൊരു കാര്യം. പോയോ? എങ്കിൽ പിന്നെ പാക്ക് ചെയ്യാം അല്ലേ? അണ്ണാ, നമ്മുടെ അമ്മയെ നിന്നെ ഏൽപ്പിക്കുക. നിന്റെ കൂട്ടിന്. അണ്ണനിറങ്ങുമ്പോ എനിക്ക് ശകുനം വരാൻ പറ്റില്ലല്ലോ. ഞാൻ വിധവയല്ലേ? വേണി, അങ്ങനെ പറയരുത്.
മനസ്സിൽ എന്നും മംഗല്യോടെയാണ്. അണ്ണാ, അണ്ണാ. മനസ്സിൽ നിന്നെ ശകലം കണ്ട് ഞാൻ അറിയിക്കോളാം. പോട്ടെ ഫിഫി. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഞാനിന്ന് മലപ്പുറത്തേക്ക് പോവുകയാണ്. All the best, my boy. താങ്ക് യു. You will come out successful. അയ്യേ, എന്താ ഇത്? ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അങ്കിൾ എന്നെ അനുഗ്രഹിക്കണം. My prayers are with you, my. ടിറ്റോ ഉറക്കുന്നിരിക്കുക അല്ലേ? ഞാൻ പോവാളിയാ. പോയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അല്ലാതെ എവിടെ പോവാനാ? ഒരു ഓൾ ദ ബെസ്റ്റ് എങ്കിലും പറയാളിയാ. പോട്ടെ. ഫിഫി, അമ്മ. ഞാനിന്നിലയമാടു നീ